അസ്സലാമു അലൈക്കും. 2027 പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിച്ചവർക്കുള്ള നറുക്കെടുപ്പ് ഇന്ന് മുംബൈ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ആകെ 24,230 അപേക്ഷകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 65 വയസ്സ് കഴിഞ്ഞവരുടെ വിഭാഗത്തിൽ 3,234 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. 65 വയസ്സ് കഴിഞ്ഞ മെഹ്റം ആവശ്യമില്ലാത്ത സ്ത്രീകളുടെ വിഭാഗത്തിൽ 838 അപേക്ഷകളും മെഹ്റം ഇല്ലാത്ത 65 വയസ്സിന് താഴെയുള്ള സ്ത്രീകളുടെ വിഭാഗത്തിൽ നിന്ന് 2,932 അപേക്ഷകളും അടക്കം ആകെ സ്ത്രീകൾക്ക് 3,770 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. 2026 വെയിറ്റിംഗ് ലിസ്റ്റുകാരിൽ നിന്ന് 1,171 അപേക്ഷകളാണ് ലഭിച്ചിട്ടുള്ളത്. കൂടാതെ 16,055 ജനറൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടി ആകെ നോക്കുമ്പോൾ 24,230 അപേക്ഷകളാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചത്. 24,230 ആളുകൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി അപേക്ഷിച്ചതിൽ 11,139 തീർത്ഥാടകരെ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 13,091 ആളുകൾ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഇനി ഏതെല്ലാം വിഭാഗത്തിലുള്ളവരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് നോക്കാം. KLR വിഭാഗം, അതായത് 65 വയസ്സ് കഴിഞ്ഞവരുടെ വിഭാഗത്തിൽ അപേക്ഷിച്ച 3,234 ആളുകളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളുടെ വിഭാഗത്തിൽ 65 വയസ്സ് കഴിഞ്ഞവരെയും അല്ലാത്തവരെയും ഉൾപ്പെടുത്തി ആകെ 3,770 ആളുകൾക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2026 വെയിറ്റിംഗ് ലിസ്റ്റിൽ ആയിരുന്നവർ അപേക്ഷിച്ച 1,171 ആളുകൾക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ജനറൽ വിഭാഗത്തിൽ നിന്ന് 2,964 ആളുകൾക്കും ആദ്യഘട്ടത്തിൽ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് 11,139 ആളുകൾക്കാണ് ഇപ്പോൾ ഹജ്ജ് കമ്മിറ്റി വഴി അടുത്ത വർഷത്തിൽ ഹജ്ജിന് പോകാനുള്ള അവസരം ലഭിച്ചത്. ബാക്കിയുള്ള 13,091 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അവർക്ക് ഓരോ ഘട്ടത്തിലായി കുറേ ആളുകൾക്കെങ്കിലും അവസരം ലഭിക്കുമെന്ന് കരുതാം. നറുക്കെടുപ്പിൽ അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് 3 രീതിയിൽ അറിയാവുന്നതാണ്. ഹജ്ജ് കമ്മിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹജ്ജ് കമ്മിറ്റിയുടെ സൈറ്റിൽ നിന്ന് പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് കേരളയുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാവുന്നതാണ്. അപേക്ഷകൻ അപേക്ഷാ സമയത്ത് കൊടുത്തിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് SMS ആയും സെലക്ഷൻ ആയ വിവരം ഹജ്ജ് കമ്മിറ്റിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. അനുമതി ലഭിച്ച എല്ലാ തീർത്ഥാടകർക്കും മഖ്ബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.